പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ നാടിന് പെരുമയും പ്രശസ്തിയും നൽകുന്ന ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും അവരിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെന്നും ചാണ്ടി ഉമ്മൻ MLA ഉളിക്കലിൽ നടന്ന ദിശാദർശൻ മെറിറ്റ് അവാർഡ് സീസൺ 4 വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ പിതാവ് ശാന്തിഗിരി ആശ്രമവുമായി അഭേദ്യമായ ബന്ധവും എൻ്റെ പിതാവ് അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ശാന്തിഗിരി ആശ്രമത്തിലെ ഒരു എന്താ പറയുക സ്വന്തമാണ് അല്ലെങ്കിൽ അന്തേവാസി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാധനായ കർണാടക ഗുരുവർ എല്ലാ പരിപാടിക്കും എൻ്റെ പിതാവിനെയാണ് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം പദവി ഉള്ളപ്പോഴും പദവി ഇല്ലാത്തപ്പോഴും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് സ്വാമിജിയുമായിട്ട് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം എൻ്റെ പിതാവിനെ കൊണ്ടാണ് ചെയ്തത്. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, എനിക്ക് പാലക്കാടുമായി ഒരു ബന്ധമില്ല, പക്ഷെ എന്നെ അവിടെ വിളിച്ചതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ആ ഒരു ബന്ധമേ ഉള്ളൂ, ഗുരുവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം. അദ്ദേഹത്തിനെ സംബന്ധിച്ച്, ഗുരുദേവനെ സംബന്ധിച്ച് രാത്രീയ പുത്രനായിരുന്നു എൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ചെറുപ്പത്തിലും എന്നോട് അദ്ദേഹം സൂചിപ്പിച്ചു, ഗുരുദേവൻ എപ്പോഴും പരിപാടിക്ക് വിളിക്കുന്ന കാര്യവും ഒക്കെ അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതേ സ്നേഹമാണ് എന്നോട് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ഇന്ന് ആദ്യം, അതായത് സ്വാമിജിയാണ് ആദ്യം പ്രസംഗിക്കേണ്ട ആള്, പക്ഷെ എന്നെ ഇന്ന് ആദ്യം പ്രസംഗിക്കാൻ, കാരണം ആലുവയിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. സ്വാമിജിയോടുള്ള സ്നേഹവും കരുതലും അദ്ദേഹവും എൻ്റെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം, അത് എനിക്ക് ഇതുപോലെ തന്നെ ആശ്രമമായിട്ടൊരു 20 വർഷത്തെ ബന്ധമുണ്ട്. ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ തൊട്ട് ആശ്രമത്തിൽ ഒരു സ്ഥിര സന്ദർശകനാണ്. അതുകൊണ്ട് സ്വാമിജിയായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ പഠന പാഠ്യേതര വിഷയങ്ങളിലെ മികവിന് നാടിന്റെ അംഗീകാരം ലഭിക്കുമ്പോൾ സമൂഹത്തോട് അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. സങ്കടങ്ങൾക്ക് മറികടന്നുകൊണ്ട് വിജയങ്ങൾ നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കും. വിജയമെന്നും ആഘോഷം. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും വിജയം കാണുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് അയച്ച മാതാപിതാക്കളെ കുറിച്ചാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ബഹുമാന്യനായ ഫാദർ തോമസ് കരേട്, അദ്ദേഹത്തെ ഇവിടെ വിശേഷിപ്പിച്ചത് മനോജച്ചനെന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, ആരാണ് ഈ മനോജച്ചൻ? അതേ പറഞ്ഞ് ഞാനാണ്. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഔപചാരികതയുടേതല്ല. മനുഷ്യനെപ്പോഴും സംസാരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് തലച്ചോറിൻ്റെ ഭാഷയിലും, 2 ഹൃദയത്തിൻ്റെ ഭാഷയിൽ. ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ വാക്കുകളൊന്നും വരികയില്ല. നിയോജക മണ്ഡലത്തിലെ 50-ൽ പരം സ്കൂളുകളിൽ നിന്നായി SSLC +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച 1320 വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച 42 സ്കൂളുകളെയും വിവിധ തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ മികവ് തെളിയിച്ചവരെയും ദിശാദർശൻ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അധ്യക്ഷനായി. പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണ് മുൻഗണനയെന്ന് കൂട്ടുകാരോടും നാട്ടുകാരോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ റോഡും പാലവും കെട്ടിടവും നിർമ്മിക്കാൻ മാത്രമല്ല, നമ്മുടെ നാടിന്റെ മൗലികമായ മാറ്റത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പുതിയ ലോകത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട്, മാറ്റത്തിന്റെ വിളി കേട്ടുകൊണ്ട്, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ സാധിക്കൂ എന്ന ചിന്ത നിങ്ങൾ ഓരോരുത്തരും പങ്കിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രൈം മേഖലയായി ഫാദർ തോമസ് കിടാരത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി.
റോബർട്ട് ജോർജ്, PC ഷാജി, ഡോക്ടർ KV ഫിലോമിന, മിനി ഷൈബി, ലിസി ജോസഫ്, ബേബി തോലാനി, ചാക്കോ പാലക്കലോടി, സമീറ പള്ളിപ്പാത്ത്, സുജ ആഷി, ആയിഷ ഇബ്രാഹിം, ഫാദർ തോമസ് കാവനാടി, ഗിരീഷ് മോഹൻ, നൌഷാദ്, സുനിൽ കുമാർ, തോമസ് അലക്സ്, അനിക്സ്, റുഫൈദ് സൈലം, ഡോക്ടർ KP ഗോപിനാഥൻ, ബെന്നി തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.